അസ്ലമോയമാണ്. മാർച്ച് മാസം ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് സീസൺ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലൊക്കെ സമ്മറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. തമിഴ്നാട്ടിലെ ഊട്ടി, കൊടൈക്കനാൽ സ്ഥലത്തൊക്കെ ഒരു കൂൾ ടെമ്പറേച്ചർ ആയിരിക്കും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂട് തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്ത് യാത്ര ചെയ്യുക. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ കൂൾ ടെമ്പറേച്ചറാണ്. വിൻ്റർ കഴിഞ്ഞു, അടിപൊളി ക്ലൈമറ്റാണ്. ഹോളിയൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഹോളി ആഘോഷം പ്രത്യേകിച്ചിട്ട് രാജസ്ഥാനിൽ അടിപൊളിയാണ്. നിർബന്ധമായിട്ടും കോട്ടകളും മറ്റൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഏപ്രിലായി കഴിഞ്ഞാൽ കൊടും ചൂട് തുടങ്ങും. അതിന് മുമ്പ് യാത്ര ചെയ്യാം. ഹിമാചൽ പ്രദേശിൽ മണാലിയൊക്കെ കുട്ടികളായിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ മഞ്ഞ് കാണാൻ പറ്റിയ ബെസ്റ്റ് സമയമാണ്. ഞാനും ഉമ്മയും ഉപ്പാനൊക്കെ കൂട്ടിയിട്ട് ആ സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവില്ല. കടുത്ത വിൻ്റർ ആകത്തുകൊണ്ട് തന്നെ അവർക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നതിന് ഏറ്റവും ബെസ്റ്റ് സമയമാണ്. അഡൽട്ട് ടണൽ കഴിഞ്ഞ് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച കാണാൻ പറ്റും സിസുലൊക്കെ. അതുപോലെ തന്നെയാണ് ഉത്തരാഖണ്ഡിലെ ടെമ്പിളൊക്കെ ക്ലോസ്ഡ് ആണ്. സ്പിറ്റി വാലി റോഡ് പാർഷ്യലി ക്ലോസ്ഡ് ആയിരിക്കും. ഓളി ഉത്തരാഖണ്ഡിലെ സ്നോ ടൈം നമുക്ക് കാണാൻ പറ്റും. കശ്മീരിലാണെങ്കിലും സ്നോ അത്യാവശ്യം ഉണ്ടാവും. നമ്മുടെ അറിയാം ഏപ്രിൽ മെയ് സമയത്ത് തൂലിഫ് ഗാർഡനൊക്കെ പൂത്ത് വരുന്ന സമയമാണ്. അതിന് മുമ്പുള്ള സ്നോ അവസാനിക്കാൻ പോകുന്ന സമയം. വീണ സ്നോ ഒക്കെ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആണെങ്കിൽ റോഡ് ക്ലോസ്ഡ് ആയിരിക്കും. ലേ ടു മണാലി ഹൈവേ. പക്ഷേ ശ്രീനഗർ ടു ലേ ഹൈവേ പാർഷ്യലി ഓപ്പൺ ആയിരിക്കും. നോർത്ത് ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ കൂൾ ടെമ്പറേച്ചറാണ്. സ്റ്റാർട്ടിംഗ് ഓഫ് സമ്മറാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ദൗക്കി മറ്റുള്ള വാട്ടർഫോളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നാത്തുല പാസ്, സേല പാസ് ഇതൊക്കെ പാർഷ്യലി ക്ലോസ്ഡ് ആയിരിക്കും. നിങ്ങൾ കുട്ടികളുമായിട്ട് അതുപോലെ തന്നെ പാരൻസുമായിട്ട് കുറച്ച് പ്രായമുള്ളവരൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സ്നോ കാണിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് പോവുക. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും.